നമസ്കാരം. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാൻ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിന് പലതരത്തിലുള്ള ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ജീവിതം മാത്രമേ ഉള്ളൂ, ഇതിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. എത്രത്തോളം ഭൗതികമായിട്ട് സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കും അത്രത്തോളം സുഖങ്ങൾ അനുഭവിക്കുക. അതല്ല, ഈ സുഖങ്ങളൊക്കെ ട്രാൻസിയന്റ് ആണ്. അതുകൊണ്ട് ഈ ട്രാൻസിയന്റ് ആയിട്ട് നിൽക്കുന്ന നൈമിഷികമായിരിക്കുന്ന സുഖങ്ങളിൽ നമ്മൾ വ്യാപൃതരാവാതെ അനന്തമായിട്ടുള്ള ആ സുഖം അനുഭവിക്കുന്ന അമൃതത്വത്തിലേക്ക് ഉയരുക. അപ്പൊ അങ്ങനെയും നമ്മൾ കേട്ടിട്ടുണ്ട്. ആധ്യാത്മികത, ഈ ലോകത്തിൽ നിന്നും നമ്മൾ മാറി നിന്നിട്ട് ഒരു സ്പിരിച്വൽ പ്രോഗ്രസ് നേടണം. മനുഷ്യരെന്ന് പറയുമ്പോൾ ആധ്യാത്മികമായിട്ട് ഉയരാനുള്ള ഒരു ജീവിതമാണ്. അപ്പൊ അവിടെയും നമുക്ക് എവിടെയോ എത്തിച്ചേരണം എന്നുള്ളൊരു ചിന്തയുണ്ട്. പലപ്പോഴും ആ സ്പിരിച്വൽ ആയിട്ടുള്ള ഈ യാത്രയിൽ മനസ്സിനെ ഈ ലോകത്തിൽ കൊടുക്കാതെ, ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ, ആഗ്രഹമില്ലാതെ, പലപ്പോഴും സെലിബ്രേറ്റ് ആയിട്ട് കല്യാണം കഴിക്കാതെ ഗൃഹസ്ഥാശ്രമത്തിൽ മാറി നിന്ന് പ്രവർത്തിക്കുമ്പോൾ വീണ്ടും ഉള്ളിലൊരു ശൂന്യത അനുഭവിക്കുന്നു. അപ്പൊ വീണ്ടും തേടി തേടി നടക്കണം. നമ്മള് കഥകൾ കേട്ടാൽ അറിയാം, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന പരിബ്രാജകന്മാർ, അല്ലെങ്കിൽ ഹിമാലയ സാനുക്കളിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ തപസ് ചെയ്തിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കുക, ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് മതി, ഇനി യാത്രയില്ല എന്നുകൊണ്ട് ബ്ലിസ്ഫുൾ ആയിട്ട് ചിലപ്പോൾ ജീവത്യാഗം തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അപ്പൊ ഇവിടെ രണ്ടിലും നമ്മൾ മെറ്റീരിയൽ ആയിട്ട് മാത്രം ചിന്തിക്കുമ്പോഴും സ്പിരിച്വൽ ആയിട്ട് മാത്രം ചിന്തിക്കുമ്പോഴും നമ്മളിൽ തടസ്സങ്ങൾ ഉണ്ടാവും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്? ഈ പ്രപഞ്ചം നമ്മളോട് എന്തോ പറയുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നു. ഇവിടെയുള്ള സർവ്വചരാചരങ്ങളും അവരുടെ അസ്തിത്വത്തിലൂടെ തന്നെ, എക്സിസ്റ്റൻസിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു, പല കാര്യങ്ങളും പറഞ്ഞു തരുന്നു, നമ്മളോട് സംസാരിക്കുന്നു. അപ്പൊ ആ കോൺവെർസേഷനിൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്രോതസ്സുണ്ട്. ആ സ്രോതസ്സിന്റെ പല രീതിയിലുള്ള പ്രകടനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്, എക്സ്പ്രഷൻസ് ആണ് ഇവിടെ കാണുന്നത്, അനന്തമായിട്ടുള്ള എക്സ്പ്രഷൻസ്. ഈ എക്സ്പ്രഷൻസിലൂടെ എന്താണ് സംഭവിക്കുന്നുണ്ടാവുക? ആ പ്യൂർ ആയിട്ടുള്ള ആ എക്സിസ്റ്റൻസ് സ്വയം എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു പുഴയുടെ ഉദാഹരണം എടുക്കാം. പുഴ ഒറിജിനിൽ നിന്നും തുടങ്ങിയിട്ട്, ഒരു അരുവിയായിട്ട് തുടങ്ങിയിട്ട് പല ട്രിബ്യൂട്ടറീസും ജോയിൻ ചെയ്യുന്നു. അത് വിശാലമായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കടലിലേക്കുള്ള യാത്രയാണ്. പക്ഷെ ഈ യാത്രയിൽ അത് സ്ലോ ഡൗൺ ചെയ്യുന്നു. അത് മാത്രമല്ല, ആ വെള്ളം ഇൻഡ്യൂർ ആവും. കടലിലെത്തുമ്പോഴേക്കും ആ വെള്ളം കുടിക്കാൻ പറ്റാതെ ആയി തുടങ്ങും. കടലിന്റെ അടുത്തെത്തുമ്പോഴേക്കും അത് ഡിസ്ട്രിബ്യൂട്ടറൈസ് ആയിട്ട് മാറിയിട്ട് പല ചാനൽസ് ആയിട്ട് മാറിയിട്ട് അതിന്റെ ഫ്ലോ തന്നെ ഇല്ലാണ്ടായി. അവിടെ എത്തുമ്പോൾ പുഴ തന്നെ ഇല്ലാണ്ടായി മാറും. അപ്പോൾ തുടങ്ങിയിട്ട് വളരെ ആവേശത്തോടു കൂടിയിട്ടായിരുന്നു. ആ ആവേശം അവസാനമായപ്പോൾ ഇല്ലാണ്ടായി. പിന്നെ കടലില് ഉപ്പുവെള്ളമാണ്. വീണ്ടും ഇവാപ്പറേറ്റ് ചെയ്യുന്നു, വീണ്ടും പുഴയായിട്ട് വരുന്നു, വീണ്ടും ഈ സൈക്കിൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സൈക്കിള്? ഒരു കാലത്ത് പ്യൂർ ആയിട്ടുള്ള വെള്ളം, മഴവെള്ളം, പരിശുദ്ധമായിട്ടുള്ള ആ വെള്ളം, അത് തന്നെ കടൽ വരെ വ്യാപിച്ചിട്ട് അത് തന്നെ കുടിക്കാൻ പറ്റുന്ന ജീവികൾ, എല്ലാവർക്കും ഫ്രഷ് വാട്ടർ, പ്യൂർ വാട്ടർ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എവല്യൂഷൻ ഇവിടെ ഉണ്ടാവും. നമുക്കങ്ങനെ സങ്കല്പിക്കാം. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെ. നമ്മൾ തുടങ്ങുന്നത് വളരെയധികം ആനന്ദത്തോടു കൂടിയാണ്. നമ്മുടെ കുട്ടിക്കാലം നോക്കിയാൽ തന്നെ അറിയാം, എന്ത് ഹാപ്പി, ഒരു ഉത്തരവാദിത്വമില്ല. പക്ഷെ ക്രമേണ ആ എനർജി കുറഞ്ഞു വരും. ഒരു കുട്ടി കൈകാലുകളിട്ട് അടിച്ച് കരയുന്ന കണ്ടാൽ നമുക്ക് അതുപോലെ കിടക്കാൻ പറ്റുമോ? അതുപോലെ കൈകാലിട്ട് അടിച്ചാൽ നമ്മൾ ക്ഷീണിക്കും. ഒരു മിനിറ്റ് കൂടിയാണ് ചെയ്യാൻ പറ്റുക. ഒരു നിമിഷം ഇരിക്കില്ല. അവർ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കും. ആദ്യത്തെ 5 വയസ്സുകൊണ്ട് 95% കാര്യങ്ങളും ഗ്രഹിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ അത് സ്ലോ ഡൗൺ ചെയ്യണം. പിന്നെ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രായമാകുമ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. 40-50 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ഓർമ്മ നിൽക്കാതെയാവും. പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ വീണ്ടും ആവർത്തിക്കുക, അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പലപ്പോഴും ബോറിംഗ് ആയി മാറും. നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ആ എനർജി നഷ്ടപ്പെടുന്നു. മരിക്കാറാകുമ്പോഴേക്കും കുറ്റബോധങ്ങളാണ് മുഴുവൻ. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയില്ല, ചെയ്ത പ്രവർത്തികൾ സാധിക്കുന്നില്ല, ശരീരം തന്നെ വഴങ്ങാതെയാവുന്നു, ആരും കാണാൻ വരുന്നില്ല. ഇങ്ങനെയാണ് ഈ ലോകം വിട്ടിട്ട് പോകുന്നത്. അവർ സമ്പാദിച്ച ധനോ അല്ലെങ്കിൽ സമ്പത്തോ ഒക്കെ അനുഭവിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ അവരിവിടുന്ന് പോയി കിട്ടിയാൽ മതി എന്നായി തുടങ്ങും അവസാനം പോയി. അപ്പൊ എവിടെ പോയി ഈ ഒറിജിനൽ ആയിട്ടുള്ള ആ ഊർജം? ആ ഊർജം തന്നെ നമുക്ക് ലൈഫിൽ ഉടനീളം ആ പ്യൂർ ഫ്ലോ എനർജി നമുക്ക് നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയി. ഒരു കുട്ടി സംസാരിക്കാതെ തന്നെ സംസാരിക്കുന്നു. അവന് നിഷ്കളങ്കത കാരണം അവൻ സംസാരിക്കുന്നു. ഒരു കുട്ടിയുടെ ആവശ്യങ്ങൾ എല്ലാവർക്കും അറിയാം. കാരണം അധികം ആവശ്യങ്ങളൊന്നുമില്ല. വലുതാകുമ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്താ ആവശ്യം എന്ന് പറഞ്ഞാലും കൂടി മനസ്സിലാവില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ അതുപോലെ തന്നെ പ്യൂർ അവസ്ഥയാണെങ്കിൽ, ആവശ്യങ്ങളിൽ മാത്രം നിലനിൽക്കുകയാണെങ്കിൽ, ആ പ്യൂർ കമ്മ്യൂണിക്കേഷൻ നിലനിൽക്കുകയാണെങ്കിൽ ഭാഷയുടെ തന്നെ ആവശ്യം വളരെ പരിമിതമാണ്. ആവശ്യം തന്നെ വരാതെ ഒന്നാണ്. അപ്പോഴും ആ നിഷ്കളങ്കത റേഡിയേറ്റ് ചെയ്യുന്ന തരത്തിലാവും. അപ്പൊ അങ്ങനെ തരത്തിലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ, ഒരു പർപ്പസ് നമ്മുടെ പ്രസൻസ് തന്നെ ആ ഡിവൈൻ ഫ്ലോനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലായി മാറണം. പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ പൂർണ്ണമായിട്ടും ആ ഡിവൈൻ ഫ്ലോനെ
നമ്മുടെ കോൺവെർസേഷനിലൂടെ കൊണ്ടുവരാനായിട്ടാണ് എന്ന് ലാലാജി മഹാരാജ് പറയുന്നത്. അപ്പൊ ഈ ലോകത്തില് ഒരു തരത്തിലും ഹിംസാത്മകമായിട്ടുള്ള ഇന്റൻഷൻസ് ഇല്ലാതെ ടോട്ടലി നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലോകം വരും. മഹാത്മാഗാന്ധിജിയുടെ സ്വപ്നമാണ്. അങ്ങനെ ഒരു ലോകം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉള്ളിലുള്ള പ്യൂരിറ്റിയിലേക്ക് കണക്റ്റഡ് ആവും. അപ്പോൾ യാത്ര ശരിക്കും ഉള്ളിലേക്കാണ്, അതിന്റെ എക്സ്പ്രഷൻ പുറത്താണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മാത്രം പോലെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാധന ചെയ്യുന്നു, സ്പിരിച്വൽ സാധന, അതിന് നമുക്ക് നമ്മുടെ വിൽ പവർ ആവശ്യമുണ്ട്. അതിലൂടെ കൈവരിക്കുന്ന ഈ തരത്തിലുള്ള ഹയർ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, കൂടുതൽ ഉയർന്ന തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആ കഴിവ്, അത് പുറമേയുള്ള ജീവിതത്തിൽ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പാരലായിട്ട് പോകണം. എവിടെ നിന്ന് എത്തി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒന്നും എൻ്റെ കയ്യിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ നമ്മൾ അതേപോലെ തന്നെ എന്ത് കണ്ടീഷനാണോ കിട്ടുന്നത് അത് അതേപോലെ തന്നെ പ്യൂർ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു മെംബ്രെയിൻ ഉണ്ട്, അഹംബോധം, അത് പ്യൂർ ആയിട്ടേ നിലനിൽക്കും. അതുകൊണ്ടാണ് പാത്ത് ഇസ് ദ ഗോൾ എന്ന് പറയുന്നത്. ആ ഈഗോനെ സബ്ലിമേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഓരോ നിമിഷവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനായിട്ട് നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, എവിടെയോ പോകേണ്ട ആവശ്യമില്ല. ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആവുക എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ നമുക്ക് നമ്മുടെ യാത്രയിലെ ഓരോ മൊമെന്റും ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ലക്ഷ്യം ഇതാ ഇവിടെ തന്നെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ലൈഫിൽ പർപ്പസ് ഉണ്ടോ എന്ന് വെച്ചാൽ വേറൊരു പർപ്പസും ഇല്ല. പർപ്പസ് ഇല്ലാത്തൊരു ജീവിതമാണ്. പ്രത്യേകിച്ച് അജണ്ട ഒന്നുമില്ല. എന്താണ് എനിക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഫ്ലോ ആയിട്ട് വരുന്നത്, അതെന്റെ സ്വഭാവത്തിലൂടെയും എൻ്റെ വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേ ഒരു ആനന്ദഭരിതമായിട്ടുള്ള ജീവിതം. അങ്ങനെ ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.